ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇതിന് മെയിൻ താരം ചെറുപയറാണ് കേട്ടോ. അപ്പോൾ ചെറുപയറിൻ്റെ കൂടെ നമുക്ക് വേറെ സംഭവങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്, എങ്കിലാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊന്ന് ബ്രൈറ്റ് ആവുള്ളേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ഒക്കെ ചെയ്തിട്ട് ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് ചെറുപയർ വെച്ചുള്ള ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ ചെറുപയർ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വൃത്തി കഴുകി ഒരു 5-6 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിൽ ഒന്ന് കുതിർത്തിടാൻ നോക്കണം കേട്ടോ. എങ്കിലും നമുക്കിത് അരച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്തിടുന്നത്. അപ്പോൾ ചെറുപയർ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറുപയറിൻ്റെ കൂടെ വേറൊരു അടിപൊളി സാധനമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് കേട്ടോ. ഉരുളക്കിഴങ്ങ് സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും ഒക്കെ അടിപൊളി സാധനമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ്. അതുകൊണ്ട് ചെറിയൊരു ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ തൊലിയൊക്കെ നല്ല വൃത്തി കളഞ്ഞ് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചെറുപയർ എടുത്തു, ഉരുളക്കിഴങ്ങ് എടുത്തു. ഇനി അടുത്ത സാധനമാണ് പാല്. നമ്മൾ തിളപ്പിക്കാത്ത പാലും കൂടി എടുത്തിട്ടുണ്ട്. ഈ 3 സാധനം മതിയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കാനൊക്കെ അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇപ്പം ടാനൊക്കെ പിടിച്ച കൈയും കാലൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി നമ്മുടെ കാലിലും കയ്യിലൊക്കെ തേച്ചെടുക്കാവുന്നതാണ്. മുഖത്ത് തേക്കുമ്പോൾ ആഴ്ചയിൽ 3 തവണയൊക്കെ തേച്ചാലും മതി കേട്ടോ. അപ്പോൾ അടിപൊളി പാക്കാണ് നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് മിക്സിയിലെ ജാറിൽ നല്ല വൃത്തിയിൽ അരച്ചെടുത്ത് നമ്മൾ ആ ഒരു പാക്ക് ഉണ്ടാക്കുന്നില്ല, ആ രീതിയിൽ നമുക്ക് ഒരു കട്ടിയിൽ നമുക്ക് അരച്ചെടുത്തിട്ട് ഞാൻ വേഗം തന്നെ വരാവേ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇങ്ങനെ തന്നെ ഇടാൻ പറ്റില്ലല്ലോ, നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ മിക്സിയിലെ ജാറിൽ അങ്ങ് ഇടട്ടെ. ഇതെല്ലാം കൂടി അങ്ങ് അരച്ചെടുത്താൽ മതി. നമ്മൾ വെള്ളത്തിന് പകരം ഈ പാലാട്ട് ചേർക്കണം. പാല് ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മുഖത്ത് തേക്കാം, കഴുത്തിൽ തേക്കാം, കൈകളിൽ തേക്കാം, കാലിലൊക്കെ തേക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കയ്യിലും കാലൊക്കെ നല്ല ടാനൊക്കെ പിടിച്ചിരിക്കുന്നവരൊക്കെയാണ് നമുക്ക് ഡെയിലി തേക്കാം. കഴുത്തിൽ നമുക്ക് ഡെയിലി തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അരച്ചിട്ട് വേഗം തന്നെ വരാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും ചെറുപയറും പാലും ചേർത്തുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മുഖത്ത് നല്ല വൃത്തിയിൽ അങ്ങ് തേച്ച് കൊടുക്കാവേ. നന്നായിട്ട് അരച്ചിട്ട് ഞാൻ ഒരു 2-3 മിനിറ്റ് റെസ്റ്റിൽ വെച്ച ശേഷമായിട്ട് ഇതിങ്ങനെ മുഖത്ത് തേച്ച് കൊടുക്കുന്നത്. കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ മസാജ് ചെയ്യണേ. മസാജ് ചെയ്ത് നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഒരുപാട് കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുക്കണേ, എങ്കിലാണ് നമ്മൾ കരുവാളിപ്പൊക്കെ നല്ലവണ്ണം അങ്ങ് കുറയുള്ളൂ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ കരുവാളിപ്പൊക്കെ കുറയാനും സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനൊക്കെ അടിപൊളി സാധനമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ്. അതുപോലെ തന്നെ പാലും. പിന്നെ ചെറുപയർ ഇനി പ്രത്യേകിച്ച് പറയേണ്ട, സ്കിൻ നല്ല ബ്രൈറ്റ് ആവാൻ അടിപൊളി സാധനമാണ് ചെറുപയർ. പിന്നെ ഓയിൽ സ്കിന്നുകാർക്കൊക്കെ ചെറുപയറൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലെ ഓയിലൊക്കെ വലിച്ചെടുത്ത് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളിയാണ്. നമ്മൾ ഫേസ് വാഷിനൊക്കെ പകരം ചെറുപയറൊക്കെ തേച്ച് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ നല്ല കട്ടിലങ്ങ് തേച്ച് കൊടുക്കാം. ഞാനിത് കഴുത്തിലും കൂടി അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ല മൂടലാണ് കേട്ടോ. ഇന്നൊരു മഴക്കുള്ള കോളൊക്കെ കാണുന്നുണ്ട്. വെയിലേ ഇന്നില്ല, അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. കാരണം എല്ലാ ദിവസവും പൊള്ളുന്ന വെയിലല്ലേ, സഹിക്കാൻ പറ്റാത്ത വെയിൽ. അപ്പോൾ ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ. ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ഇന്നലെ തൊട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നേ. വൈകുന്നേരം ആയപ്പോൾ ചെറുതായിട്ട് ഒരു മഴക്കോളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ മഴ അങ്ങ് പെയ്തില്ല കേട്ടോ. 2-3 തുള്ളി അങ്ങ് പെയ്തതുള്ളൂ. ഞാനിത് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ നല്ല വൃത്തിയിൽ അങ്ങ് കഴുകിയെടുക്കാം കേട്ടോ. ഒരു 15-20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് അങ്ങ് ഉണങ്ങി വരും. ഒരുപാട് അങ്ങ് ഉണങ്ങി വലിഞ്ഞ് മുറുകൊന്നും വേണ്ട. ഒരു 15 മിനിറ്റെങ്കിലും, മാക്സിമം ഒരു 15-20 മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതിയേ. അപ്പോൾ നമ്മൾ കട്ടിൽ തേക്കുന്നതുകൊണ്ട് ഒരുപാടൊന്നും ഉണങ്ങില്ല കേട്ടോ. കണ്ടിട്ട് നെറ്റിയുടെ ഭാഗത്തൊക്കെ ഞാൻ കട്ടിലങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം കരുവാളിപ്പുണ്ട് കേട്ടോ, നെറ്റിയുടെ ഈ 2 സൈഡിലും. കവിളിൽ എനിക്ക് അങ്ങനെയില്ല, എനിക്ക് നെറ്റിയിലാണ്. മുഖത്ത് വെയിലടിക്കുമ്പോൾ പെട്ടെന്ന് കരുവാളിപ്പ് വരുന്ന ഭാഗം നെറ്റിയുടെ ഈ ഭാഗത്താണ്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് മുഖത്തിലോട്ടൊക്കെ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ നെറ്റിയുടെ ഈ ഭാഗത്ത് ഞാൻ കട്ടിയിൽ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ആകുമ്പോൾ കഴുകി കളയാം കേട്ടോ. സ്കിൻ ബ്രൈറ്റിംഗ് ആവാൻ അടിപൊളി ഒരു പാക്ക് തന്നെയാണിത്.
അപ്പം ട്രൈ ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഫേസ് പാക്ക് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. മുഖത്തിൻ്റെ സൈഡിൽ കട്ടി തേച്ചുകൊണ്ട് ആ ഭാഗമൊന്നും ഉണങ്ങിയിട്ടില്ല. അതായത് 15 മിനിറ്റ് വെക്കുന്നുള്ളൂ കേട്ടോ. അത്രയും വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് കഴുത്ത് നല്ല വൃത്തിയിലങ്ങ് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് മുഖം ഒന്ന് കഴുകാം കേട്ടോ. മുഖം കഴുകുന്നിടത്ത് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്യാം കേട്ടോ. മീശയുടെ ഭാഗം ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ട്. മുഖം കഴുകും തോറും നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. കണ്ട നെറ്റിയുടെ ഭാഗം നോക്കിക്കേ. നെറ്റിയുടെ ഈ ഭാഗത്ത് ഇച്ചിരി കട്ടിൽ അങ്ങ് തേച്ച് കൊടുത്തത്. എനിക്ക് ഈ ഭാഗത്ത് ചെറുതായിട്ട് കരുവാളിപ്പ് ഉണ്ടായിരുന്നേ. അതൊക്കെ നല്ല വണ്ണം അങ്ങ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. അപ്പം ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാവേ. ജസ്റ്റ് ഒന്ന് കഴുകിയതേ ഉള്ളൂ, ശരിക്കും ഒന്നും വൃത്തിയായില്ലേ. ഇപ്പോൾ കഴുകുമ്പോഴത്തേക്ക് മുഖം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഒന്നുകൂടെ കഴുകിയിട്ട് വേഗം വരാവേ. അപ്പോൾ ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നോക്കിയാൽ മുഖത്തിൻ്റെ വ്യത്യാസം നോക്കിക്കേ, നല്ല ബ്രൈറ്റ് ആയിട്ടോ. കണ്ണിൻ്റെ സൈഡൊക്കെ നല്ല കറുപ്പുണ്ട്. ഞാൻ അവിടെ ഒന്നും തേച്ചിട്ടില്ലല്ലോ. മുഖത്ത് മാത്രമേ തേച്ചുള്ളൂ, മുഖത്തും കഴുത്തിലും തേച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ ആ ഒരു ഇരുണ്ട നിറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വ്യത്യാസം മനസ്സിലാവണത് മുഖത്താട്ടോ. കഴുത്തിനേക്കാളും വ്യത്യാസം മനസ്സിലാവണ മുഖത്താണ്. മുഖം നല്ല നിറം വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കുവാണെങ്കിൽ ആ കരുവാളിപ്പൊക്കെ നല്ല വണ്ണങ്ങ് കുറയും. കയ്യിലും കാലിലൊക്കെ നല്ല കരുവാളിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ദിവസം തേക്കാം. പക്ഷെ മുഖത്ത് തേക്കുമ്പോൾ ആഴ്ചയിൽ 3 തവണയൊക്കെ അങ്ങ് തേച്ചാൽ മതി കേട്ടോ. അപ്പം അടിപൊളി ഒരു ഫേസ് പാക്കാണിത്. ചെറുപയർ, ഉരുളക്കിഴങ്ങ്, പാൽ, ഇത് 3 മാത്രം മതി കേട്ടോ. ചെറുപയർ കുറച്ച് മതി. ഇപ്പോൾ കുഞ്ഞ് ജാറൊക്കെയാണ് നമുക്ക് കുറച്ച് മതി. എൻ്റെ വലിയ ജാറായതുകൊണ്ടാണ് കുറച്ചധികം ചെറുപയർ ഞാൻ എടുത്തത്. അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ കുഞ്ഞ് ജാറൊക്കെ ആണെങ്കിൽ നമുക്കത് അന്ന് ഉണ്ടാക്കുന്ന പാക്ക് എത്രയാണോ വേണ്ടത് അത്ര അതനുസരിച്ച് ചെറുപയർ എടുത്താൽ മതി. ഒരുപാട് പാക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് വയ്ക്കൊന്നും വേണ്ട കേട്ടോ. നമുക്ക് അന്നേരം തന്നെ പാക്ക് ഉണ്ടാക്കി തേക്കുന്നതാണ് ഇച്ചിരി കൂടെ നല്ലത്. ഞാൻ അങ്ങനെയായിട്ട് ചേർന്ന് ഞാൻ ഫ്രിഡ്ജിനകത്തൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. അപ്പം നമ്മുടെ സ്കിന്നുണ്ടല്ലോ ഇപ്പം ഡ്രൈ ആവട്ടോ. കാരണം ചെറുപയറല്ലേ തേക്കണേ, ചെറുപയറും ഉരുളക്കിഴങ്ങും ഒക്കെ അല്ലേ. പിന്നെ പാല് ഒഴിച്ചത് മേടിച്ചുകൊണ്ട് മുഖക്കുരൊന്നും വരുത്തുന്നില്ല കേട്ടോ. ഓയിലായിട്ട് തോന്നുകയില്ല. അപ്പം നമ്മുടെ സ്കിന്നുണ്ട് അപ്പം ഒരു എണ്ണമയൊക്കെ നല്ലവണ്ണം അങ്ങ് കുറഞ്ഞ പോലെ നമുക്ക് തോന്നുവേ മുഖം കഴുകി കഴിയുമ്പോൾ. കുറച്ച് ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ മുഖം അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ. ഉപയോഗിച്ച് നോക്കിയിട്ട് നമ്മളെ കമൻറ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ. അടിപൊളി ഫേസ് പാക്കാണ്. അങ്ങനെ മുഖം നല്ല എന്താ പറയുക നല്ല ക്ലിയർ ആയി. നമ്മുടെ സ്കിൻ എന്താ പറയുക നല്ലൊരു ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നമ്മൾ മുഖം കഴുകില്ല ആ ഒരു ഇത് തോന്നും കേട്ടോ മുഖത്തിന്. അത് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കത് മനസ്സിലാകാൻ പറ്റത്തില്ലേ. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ. വീണ്ടും നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.